ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര നഗരസഭയുടെ നിലമേൽ വാർഡിലെ ഹാപ്പിനെസ് പാർക്കിലാണ്. വൈവിധ്യമേറിയ ലൈറ്റുകളും പൂക്കളും ചെടികളും പിന്നെ അനേകം കായിക ഉപകരണങ്ങളും ഇരിക്കാൻ ബെഞ്ചും ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളുമായിട്ടാണ് ഈ പാർക്ക് ഇവിടെ നിലകൊള്ളുന്നത്. ഈ പാർക്ക് ഇവിടെ സ്ഥാപിച്ചത് തന്നെ നെയ്യാറ്റിൻകര നിലമേൽ വാർഡിലെ അമ്മണിക്കുട്ടി എന്ന വാർഡ് കൗൺസിലറാണ്. ചേച്ചി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എൻ്റെ സ്ഥലം തിരുപുറത്താണ്. ആയിക്കോട്ടെ. കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി ഇവിടെ കയറി? ഭംഗി തോന്നി. കുറച്ച് ടയർഡായി ഒരല്പം ഇരുന്ന് വിശ്രമിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ ഉണ്ടാക്കിയത് തന്നെ. അതെ, ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഇവിടുത്തെ 2 കൗൺസിലർമാരും ഇതിന്റെ ബാക്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഉണ്ടായിരുന്നു. പേരെന്താണ്? മണലൂർ വാർഡിലെ മിനിമോൾ എസ്സലും നിലമേൽ വാർഡിലെ അമ്മണി ടീച്ചറും 2 കൗൺസിലർമാരും കൂടെ ഇതിങ്ങനെ ഒരു സംരംഭം വരണം എന്നുള്ള രീതിയിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തുനിന്നും രാത്രി ഒരു 10 മണിയായാലും 11 മണിയായാലും പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഇവിടെ വന്നിരിക്കാനും വന്നുകൂടാനും ഇരിക്കാനും പല രീതിയിൽ വീഡിയോകളോ ഫോട്ടോകൾ എടുക്കാനും വളരെ നല്ലൊരു സ്ഥലമായി മാറി. നമുക്കൊരു നല്ലൊരു മാറ്റമായി, നല്ല ഒരു രീതിയിൽ ഇവിടെ വളരെ നല്ല മെച്ചപ്പെട്ട ഒരു ഇതായിപ്പോയി. നമ്മുടെ ഇവിടെ തന്നെ ഉള്ള നമ്മളൊരു സഹോദരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചേച്ചി ഒരു തട്ടുകട നടത്തുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ചായയും നല്ല ഉഴുന്നുവടയും കാന്താരി മുളകും ഒക്കെ ഉള്ള 4-5 പേർക്ക് ഉപജീവന മാർഗമായി. 4-5 പേർക്ക് ഒരു ഉപജീവന മാർഗമായി. വളരെ നമ്മളെ ഏരിയ ഒരു മാറി. ഇത് വാർഡ് മണലൂരാണെങ്കിലും നിലമേലാണെങ്കിലും മണലൂർ വാർഡിലെ കൗൺസിലർ മിനിമോളുടെ സാന്നിധ്യത്തിലാണ് ഈ പാർക്ക് ഇവിടെ വരികയും ചെയ്തത്. വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലമേൽ വാർഡിലെ കൗൺസിലർക്ക് പണിയൊന്നുമില്ല. നിലമേൽ വാർഡിലെ കൗൺസിലർക്കും പങ്കുണ്ട്. 2 പേരും കൂടെ ചേർന്നാണ് പാർക്ക് കൂടെ വന്നത്. രണ്ടാമത് നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷിബു അവറുകളാണ്. അദ്ദേഹത്തിനും ഇതിലൊരു മുഖ്യ പങ്കുണ്ട്. അദ്ദേഹവും ഇതിൽ മുൻകരുതെടുത്താണ് നമ്മുടെ ഈ പാർക്ക്. ഇത് അമരോള ഭാഗത്തെങ്ങാണ്ട് പോയിരുന്നതാണല്ലേ? അമരോള ഭാഗത്തെങ്ങാണ്ട് പോയിരുന്ന സംഭവത്തെ ഇവരുടെ എല്ലാവരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് കൊണ്ടുവരികയും ഒരു നല്ലൊരു വികസനമാണത്. ഈ പാർക്ക് ഇവിടെ വന്നതിൽ പലർക്കും ഒരു ഉപജീവന മാർഗമുണ്ടായിരിക്കുകയാണ്. അതിൽ ഇവിടെ ഒരു ചായത്തട്ട് വെച്ചിരിക്കുകയാണ്. ചേച്ചിയുടെ പേര്? കളിച്ചേച്ചി. കളിച്ചേച്ചിക്ക് ഈ പാർക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചേച്ചിക്ക് ഇതിനെപ്പറ്റി എന്താണെന്ന് നമുക്ക് പറയാനുള്ളതെന്ന് ശ്രദ്ധിക്കാം. പാർക്ക് വന്നതിൽ എൻ്റെ കഷ്ടപ്പെട്ട് കിടന്ന ജീവിതത്തിൽ ശകലം മുന്നോട്ട് പോകണം. ഒരു വെളിച്ചം വീണു. നമുക്ക് കയറി കിടക്കാൻ കൂരല്ലാത്ത നമ്മളാണ്. വാടക വീട്ടിലാണ് കിടക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് വാടകയെങ്കിലും അടയ്ക്കാനുള്ള ഒരു നിലപാട് വന്നു. പാർക്ക് കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാവണം. കച്ചവടമൊക്കെ ഉണ്ടല്ലേ? കച്ചവട ശകലം അങ്ങനെ പോണതാ. വൈകുന്നേരം ആരോടെയാണ് നന്ദി പറയാനുള്ളത്? ഇവിടെ കൗൺസിലർമാരടുത്തും ഇവിടുത്തെ കൗൺസിലർ പേര് അമ്മണി ടീച്ചറെ മിനിമോൾ അടുത്ത് പ്രത്യേകം നന്ദി പറയാം. മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥര് എല്ലാവരോടും നന്ദിയുണ്ട്. ഒരു ഉപജീവന മാർഗം കിട്ടി, തെളിഞ്ഞു കണ്ടു. നമ്മുടെ ജീവിതത്തിനൊരു വെളിച്ചം വീണു. ഒരു നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടുത്തെ പരിസര പാതിയിൽ തന്നെ തൂത്തെല്ലാം റെഡിയാക്കി വൃത്തിയാക്കി അതിനുകൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ലൈറ്റ് വൈകുന്നേരം 6 മണിക്ക് ലൈറ്റ് ഇടുകയും രാത്രി വെളുപ്പം കാലത്തൊക്കെ അണയ്ക്കുകയും ചെയ്യും. ഇതിന് ആരോടാണ് നന്ദി പറയാനുള്ളത്? ഇതിന് നന്ദി പറയേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രവർത്തനം മുനിസിപ്പാലിറ്റി നഗരസഭ KK ശിവ മുനിസിപ്പാലിറ്റി സെക്രട്ടറി രാജ്മോഹൻ സാറ് കൗൺസിലർ നല്ല അഹോരാത്രം എല്ലാം പ്രവർത്തിച്ച് എല്ലാവരുടെയും സഹകരണത്തോടെ ഇത് നല്ല രീതിയിൽ ഇത് ഉദ്ഘാടനം ചെയ്ത്. നമ്മൾ ഈ കണ്ടത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ നിലമേൽ വാർഡിലെ ഹാപ്പിനെസ് പാർക്കാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇതേപോലത്തുള്ള പാർക്കുകളും വിശ്രമ സങ്കേതങ്ങളും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. DNA ന്യൂസിന് വേണ്ടി ജിതേഷ് കുമാർ.